ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL അങ്ങനെ ആവേശകരമായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇതുവരെ IPLൽ 20 മത്സരങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്. അതായത് 74 മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്ത IPLൽ 20 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 2 കളികളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 3:30 നിലവിൽ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന KKRഉം 6ാം സ്ഥാനത്ത് നിൽക്കുന്ന LSGയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രാത്രി 7:00 CSKയും പഞ്ചാബ് കിങ്സും തമ്മിലാണ് മത്സരം. ഏതായാലും ആവേശകരമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത്. ഏതായാലും ഇതുവരെയുള്ള പോയിന്റ് ടേബിൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലവിൽ എല്ലാ ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു റിമൈൻഡർ എന്ന രീതിയിൽ പറയട്ടെ, ഇതുവരെ നമുക്കറിയാമല്ലോ എല്ലാ ടീമുകളും 3 കളികളാണ് കളിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ചില ടീമുകൾ 4 കളികളും ചില ടീമുകൾ 5 കളികളും കളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ ഒരു തരത്തിലും നമുക്ക് ഈ ടീമുകൾ പ്ലേ ഓഫിലേക്ക് കടക്കുമെന്നും അതുപോലെ തന്നെ ഈ ഒരു ടീമുകളൊക്കെ തന്നെ പ്ലേ ഓഫിലേക്ക് കടക്കില്ല എന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. ലീഗ് സ്റ്റേജിൽ എല്ലാ ടീമുകൾക്കും 14 മത്സരങ്ങൾ കളിക്കാനുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സോ നിലവിലെ പോയിന്റ് ടേബിളും അതുപോലെ തന്നെ ഓരോ ടീമുകളുടെയും പ്രകടനവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും നിലവിൽ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന SRH കളിച്ച 5 കളികളിൽ നിന്ന് ഒരൊറ്റ വിജയം മാത്രമായി 4 പരാജയം വാങ്ങിക്കൊണ്ട് വെറും 2 പോയിന്റുമായി പോയിന്റ് ടേബിളിന്റെ ഏറ്റവും അടിവാരത്താണുള്ളത്. സീസൺ തുടങ്ങുന്നതിന് മുമ്പൊക്കെ SRHൽ വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്ക്. പക്ഷെ അവരുടെ ഈ ഒരു മത്സരങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിരാശയുണ്ട്. ഏതായാലും SRHന് അതിശക്തമായിട്ട് തിരിച്ചു വരണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ വിജയം അതിനിർണായകമാണ്. ഇനിയും അവർക്ക് 9 കളികളാണ് ലീഗ് സ്റ്റേജിൽ ബാക്കിയുള്ളത്. തീർച്ചയായിട്ടും ഇതുവരെ ഒറ്റ കളി മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളതും. അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും ബാക്കിയുള്ള 9 മത്സരങ്ങളിൽ ഏതാണ്ട് ഒരു 7 വിജയം അവർക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ അവർ പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറഞ്ഞു പോകും. അതുകൊണ്ടൊക്കെ തന്നെ ഇനിയുള്ള 9 കളികളിൽ ഏകദേശം ഒരു 7 മത്സരമെങ്കിലും SRHന് വിജയിക്കേണ്ടതായിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 6 കളികൾ വിജയിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറത്തേക്ക് പോവേണ്ടി വരും. പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്തുള്ളത് CSK ആണ്. ചെന്നൈ സൂപ്പർ കിങ്സ് കളിച്ച 4 കളികളിൽ ഒരൊറ്റ വിജയം മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 3 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി അവർക്ക് 10 കളികൾ ലീഗിൽ ബാക്കിയുണ്ട്. ഈ 10 കളികളിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 7 വിജയമെങ്കിലും അവർക്ക് സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ടോപ്പ് 4ൽ നിന്നും CSKയും പുറത്തു പോകും. ചെന്നൈ സൂപ്പർ കിങ്സിന് അതിന് സാധിക്കുമെന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. പോയിന്റ് ടേബിളിൽ 8ാമത് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ അവർ കളിച്ച 5 കളികളിൽ ഒരൊറ്റ വിജയം മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ. 4 പരാജയങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയൊക്കെ RCBക്കെതിരെ അവർ നന്നായി തന്നെ പോരാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജയത്തിലേക്ക് മാത്രം എത്താൻ സാധിക്കുന്നില്ല. ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിലൊക്കെ ഏറെ പരിതാപകരമായിട്ടുള്ള നിലയിൽ ഫിനിഷ് ചെയ്ത ടീമായിരുന്നു. പക്ഷേ ഇത്തവണ അവരുടെ ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ MIയിൽ ഉണ്ടായിരുന്നു. കാരണം ഓപ്ഷനൊക്കെ കഴിയുമ്പോൾ ഒരു നല്ല കിടിലൻ സ്ക്വാഡ് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ MIക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊത്തൊരു പ്രകടനം അവരിൽ നിന്നും വരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും MIക്ക് ഇനി 9 കളികൾ ബാക്കിയുണ്ട്. ആ ഒരു 9 മത്സരങ്ങളിൽ ചുരുങ്ങിയത് ഒരു 7 മത്സരത്തിലെങ്കിലും മുംബൈ ഇന്ത്യൻസിന് വിജയിക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കം പറയുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളൊക്കെ ജീവൻ വരേണ്ട പോരാട്ടങ്ങളാണെന്ന് പറയേണ്ടി വരും. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആണല്ലോ. കളിച്ച 4 കളികളിൽ 2 വിജയം 2 തോൽവി 4 പോയിന്റുമായി രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇനിയും അവർക്ക് 10ഓളം മത്സരങ്ങൾ ബാക്കിയുണ്ട്. ആദ്യ 2 കളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ പിന്നീടിലെ 2 കളികളിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ സഞ്ജു സാംസണിന്റെ 6 സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള 10 മത്സരങ്ങളിൽ നിന്ന് 6 വിജയം കൂടി 6 സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്കും ടോപ്പ് 4ൽ എത്താനുള്ള നല്ല സാധ്യതകൾ നിലവിലുമുണ്ട്. IPLലെ പോയിന്റ് ടേബിളിൽ നിലവിൽ 6ാമതുള്ള LSGയിലേക്ക് വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, IPL ഓപ്ഷനൊക്കെ കഴിയുന്ന സമയത്ത് ഈ ഒരു സീസണിൽ ഒരു പ്രതീക്ഷയും വെക്കേണ്ടാത്തൊരു ടീം അത് LSG ആണെന്ന് പലരും മുൻവേദി എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മോശമില്ലാത്തൊരു പ്രകടനം തന്നെ അവരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് KKRനെതിരെ LSGക്ക് കളിയുണ്ട്. ഇന്നത്തെ മത്സരം ഉൾപ്പെടെ ഇനിയും അവർക്ക് 10 കളികളാണ് LSGക്ക് ഈ ഒരു ലീഗിൽ ബാക്കിയുള്ളത്. ആ ഒരു 10 മത്സരങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 വിജയം കൂടി സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ LSGക്കും ടോപ്പ് 4 കണ്ടന്റേഴ്സ് ആയിട്ട് മാറാൻ സാധിച്ചേക്കും. പോയിന്റ് ടേബിളിൽ നിലവിൽ അവസാന 5 സ്ഥാനത്തുള്ള ടീമുകളുടെ കാര്യം മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ടീമുകളുടെ കാര്യം കൂടി പറയുമ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. തീർച്ചയായിട്ടും ബാക്കിയുള്ള ടീമുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാമെന്ന് കരുതുന്നു. ഒരു ടീമുകളുടെയും സാധ്യതകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. എല്ലാ ടീമുകൾക്കും ഒരുപാട് സജീവമായിട്ടുള്ള സാധ്യതകൾ തന്നെയുണ്ട്. ഏതൊക്കെ ടീമുകളാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് ആയിട്ട് മാറാൻ പോകുന്നത് രേഖപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.